പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷയുടെ പരീക്ഷാ തീയതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ LLB പ്ലസ് ബാർ രജിസ്ട്രേഷൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. ഓഗസ്റ്റ് 13 പരീക്ഷ നടക്കുന്നത്. ഓഗസ്റ്റ് 13 നമ്മുടെ പരീക്ഷ. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ വഴി കൺഫർമേഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഏതാണ്ട് 3000-ഓളം ആളുകളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ തന്നെ കുറെ പേര് കൺഫർമേഷൻ കൊടുക്കാതെ വരും. എങ്ങനെയാണെങ്കിലും 2000-ലേറെ ആളുകളുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സിലബസിൽ, കഴിഞ്ഞ തവണത്തെ സിലബസിൽ നിന്ന് വലിയ ചേഞ്ചസ് ഇത്തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സിലബസിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഇത്തവണത്തെ സിലബസ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ ജൂറിസ്പ്രുഡൻസ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 5 മാർക്കാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി ലീഗൽ അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്നതാണ്. കുറച്ച് ഡീപ്പായിട്ടുള്ള ചില ടോപ്പിക്കുകളും ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ലോ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ദെൻ മൊഡ്യൂൾ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതിന് 10 മാർക്ക് അവിടെ നമുക്ക് പറയാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു മൊഡ്യൂൾ തന്നെയാണത്. അതിനുശേഷം 3ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് 3ാമത്തെ മൊഡ്യൂൾ. 5 മാർക്കാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. ലെജിസ്ലേഷനും അതിന്റെ ക്രിറ്റിസിസംസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇത് ബെയർ ആക്ട് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ മുന്നിലുള്ള ചുരുങ്ങിയ സമയമാണ്. അപ്പൊ അത് ഏറ്റവും ക്രിസ്പായിട്ട്, ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ വാസ്റ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോയാൽ സബ്സ്റ്റാൻഷിയേറ്റീവ് ക്രിമിനൽ ലോയുടെ മേജർ സ്റ്റാറ്റ്യൂട്ട് ആണ് പഠിക്കാനുള്ളത്. 15 മാർക്കാണ് ആ ഭാഗത്തു നിന്നുള്ളത്. ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭാരതീയ ന്യായ സംഹിത അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്രിമിനൽ പ്രൊസീജിയർ ലോ ആണ് അടുത്ത മൊഡ്യൂൾ. അതിനും 15 മാർക്ക്. അത് ക്രിമിനൽ ലോയും ക്രിമിനൽ പ്രൊസീജിയർ മേജർ സ്റ്റാറ്റ്യൂട്ടും പ്രൊസീജിയറൽ ലോയും നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂൾ ആണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. BNS വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. ദെൻ 6ാമത്തെ മൊഡ്യൂളിലേക്ക് പോയാൽ എവിഡൻസ് ലോ ആണ്, അല്ലെങ്കിൽ ലോ ഓഫ് എവിഡൻസ്. 10 മാർക്ക് ആ ഭാഗത്തു നിന്നുണ്ട്. BNSലെ പുതിയ എല്ലാം അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 7ാമത്തെ മൊഡ്യൂളിലേക്ക് പോയാൽ IT ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ്, IT ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കണം. 10 മാർക്കുണ്ട്. ഇത് നമുക്ക് അതിന്റെ ഡീപ്പായിട്ട് IT ആക്ട് 2000 ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ മറ്റു പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാളും ലീഗൽ അതുമായി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. 8ാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ക്രിമിനൽ ലോയുടെ മൈനർ ആക്ട്സ് ആണ് നമുക്ക് 8ാമത്തെ മൊഡ്യൂൾ. 20 മാർക്കാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 8ാമത്തെ മൊഡ്യൂളിലാണ്. 20 മാർക്ക് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് 8 എന്നുള്ളത്. 9ാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ലോ റിലേറ്റിംഗ് ടു അഡ്വക്കേറ്റ്സ്, നമ്മുടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് പോസ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അഡ്വക്കേറ്റ്സുമായി ബന്ധപ്പെട്ട ലോയും നമുക്ക് പഠിക്കാനുണ്ട്. 5 മാർക്കാണ് 9ാമത്തെ മൊഡ്യൂളിലുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളാണ് 10ാമത്തെ മൊഡ്യൂൾ, പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ലോയും ഇന്റർനാഷണൽ ലോയും നമുക്ക് പഠിക്കാനുണ്ട്. 5 മാർക്കാണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്ത് വെച്ച് തന്നെ നിങ്ങളിത് പഠിക്കുക. വളരെ കൃത്യമായിട്ട് ഇതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടി ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലുള്ള ഒരു പ്രൊസീജിയേഴ്സ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് നിയമിതരാവാനായിട്ട് സാധിക്കും. അപ്പോൾ സിലബസ് മാറി എന്നുള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എല്ലാവർക്കും ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോഴാണ് സിലബസ് മാറുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരേ സമയമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.